bustling streets and busy city life, there lived a girl who sang on the streets to earn a living. Her life was marked by adversity and hardships, including her parents' separation, mother's death, and a brief tenure at the orphanage. Despite these challenges, her love for music remained constant, and she went on to become the first African American woman to win a Grammy Award in 1959. She is also known as the First Lady of Song and the Queen of Jazz. Can you guess who this great musician is? I will let you know towards the end of this episode. Good evening, dear listeners. I am Anakha Jyotish, and I am so excited to join you on yet another fantastic edition of Saturday Night Fever. Put those Georgia stars to shame that night. I said that's a lie. Just a boy in a Chevy truck that had a tendency of getting stuck on back roads at night. And I was right there beside him all summer long. And then the time. അനവധ്യ സുന്ദരമായ ഒരു സായാഹ്നത്തിലാണ് ഞാൻ. ഈ സായാഹ്നത്തിൽ നമ്മോടൊപ്പമുള്ള മിടുക്കികളായ സഹോദരിമാർ അനഘയും അനവധ്യയുമാണ് നമ്മോടൊപ്പമുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാർ ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം, എൻ്റെ പേര് അനഘ ജ്യോതിഷ്. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ നിന്ന് MA ഇംഗ്ലീഷ് ഇപ്പോൾ കഴിഞ്ഞ വർഷം പാസ്സായി. അതിനുശേഷം ഇപ്പോൾ PhDക്ക് അപ്ലൈ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തു. ഒരു അധ്യാപിക ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അനവധ്യ ജ്യോതിഷ്. ഞാനിപ്പോൾ പഠിക്കുന്നത് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, വഴുതക്കാട്. ഇപ്പോൾ +1 പഠിക്കുന്നത്. എനിക്ക് ആഗ്രഹം സിവിൽ സർവീസ് പോകണമെന്നാണ്. ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ പഠിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സമീപകാലത്തായിട്ട് ആകാശവാണിയിലെ ഒരു പ്രത്യേക പരിപാടിയുടെ അവതാരകയാണ് അനഘ. സാറ്റർഡേ നൈറ്റ് ഫീവർ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാം. അത് പുതുവർഷത്തോടനുബന്ധിച്ച് ഡിസംബർ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ഒട്ടേറെ മനോഹരമായിട്ടുള്ള ആ പരിപാടിയുടെ അവതാരികയാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അനഘയ്ക്ക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പോയി റെക്കോർഡ് ചെയ്യാനായിട്ട്. പൊതുവെ സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ചുകൂടെ കേൾക്കുന്നത് വെസ്റ്റേൺ മ്യൂസിക് അല്ല കൂടുതൽ കേൾക്കുന്നത്. ഇവളാണ് കൂടുതൽ വെസ്റ്റേൺ കേൾക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ അവതരണം, പിന്നെ നമുക്ക് കുറേ ഇപ്പോൾ ഒരു എപ്പിസോഡിൽ ഞാനൊരു 6 ആർട്ടിസ്റ്റുകളെ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എനിക്കും അവരെക്കുറിച്ച് പഠിക്കാനും അവരെ പാട്ട് പഠിക്കാനും എനിക്കൊരു അവസരം കിട്ടുകയാണ്. അപ്പം ഞാനെപ്പോഴും ലുക്ക് ഫോർവേഡ് ചെയ്യും എന്നെ അവിടെ നിന്ന് വിളിക്കാനും പോയി ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ ടെക്നിക്കൽ പ്രൊസീജിയേഴ്സും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മാമുണ്ട്, മാമും ഹെൽപ്പ് ചെയ്യും. ഇപ്പം കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശബ്ദപരിശോധന അങ്ങനെയുള്ള ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3 സ്റ്റേജസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റിട്ടൺ എക്സാം ആയിരുന്നു, അത് കഴിഞ്ഞ് വോയിസ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ. അപ്പോൾ ഫസ്റ്റ് റിട്ടൺ എക്സാമിന് ജനറൽ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മ്യൂസിക് റിലേറ്റഡ്, ഇപ്പം ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് ആർക്കാണ് കിട്ടിയത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫേവറേറ്റ് സിംഗറിനെ കുറിച്ച് എഴുതുമെന്ന് പറഞ്ഞിട്ട്. Good evening, dear listeners. I am Anakha Jyotish, and I am so excited to join you on yet another fantastic edition of Saturday Night Fever. Today, I have brought for you a bunch of songs. വേണ്ട പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് പങ്കെടുത്തപ്പോൾ തന്നെ? ഒന്നുമില്ലായിരുന്നു. കാരണം ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് MA ചെയ്യുന്നത്. അപ്പം ഭയങ്കര ഹെക്ടിക് ഷെഡ്യൂളാണ്, വേറെ ഒന്നിനും പറ്റത്തില്ല. ഞാൻ വിചാരിച്ച ഫസ്റ്റ് സ്റ്റേജിൽ ഡിസ്ക്വാളിഫൈ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയി എഴുതിയത്. പിന്നെ കുഴപ്പമില്ലായിരുന്നു, അറിയാവുന്ന വെച്ചിട്ട് എഴുതി അങ്ങനെ. പിന്നെ എന്തായാലും അത് ആ പരിപാടി കേൾക്കുമ്പോൾ എന്താ ഇരുത്തം വന്ന ഒരു അവതാരികയുടേതായിട്ടുള്ള ശബ്ദമാണ് ഞങ്ങളൊക്കെ ആസ്വദിക്കുന്നത്. അനവധിക്ക് ഏതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യാറുണ്ട്? ഞാൻ ഗിറ്റാർ വായിക്കും. ഞാൻ ഈ വർഷം 6 വർഷമാവും ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ യൂക്കുലേലെ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതും വായിക്കും. അതാണ് ഇപ്പം ഞാൻ വായിക്കുന്നത്. ചെറിയ പ്രായം തൊട്ട് തന്നെ? ഞാൻ 6th തൊട്ട് ഗിറ്റാർ പഠിക്കുന്നു. I hope you think my favorite song, the one we dance to all night long. The moon like a spotlight on the lake, but when you think happiness, I hope you think that little black dress, thinking my head on your chest, and the old faded blue jeans when you think Tim McGraw. I hope you're thinking
മോള് ഇംഗ്ലീഷ് കവിതകളൊക്കെ നന്നായിട്ട് തന്നെ ആലപിക്കും, ഇംഗ്ലീഷ് ഗാനങ്ങൾ ആലപിക്കും. ഒരു പാട്ട് പാടാം. I was riding shotgun with my hair undone in the front seat of his car. It's got a one-hand feel on the steering wheel, the other on my heart. I look around, turn the radio down, and says, baby, something wrong. I say nothing, I was just thinking how we don't have a song. And he said, our song is a silent screen door, sneaking out late, tapping on your window when we're on the phone and you talk real slow, 'cause it's late and your mama don't know. Our song is the way you laugh, the first date, man, I didn't kiss her when I should have. And when I got home, before I said amen, asking God if he could play it again. ഈ പാട്ടിനെ കുറിച്ച് പറയാമോ? ഇത് എൻ്റെ ഫേവറേറ്റ് സിംഗർ ടേലർ സ്വിഫ്റ്റ് ആണ്. അപ്പോൾ ടേലർ സ്വിഫ്റ്റിൻ്റെ ഫസ്റ്റ് ആൽബത്തിലൊരു പാട്ടാണിത്. അപ്പം ഞാൻ കൂടുതലും പാടുന്നതൊക്കെ കേൾക്കുന്നതും ടേലർ സ്വിഫ്റ്റിൻ്റെ സോങ്സ് ആണ്. ഞാൻ വെസ്റ്റേൺ മാത്രമല്ല കേൾക്കുക, എനിക്ക് മലയാളം, തമിഴ്, ഹിന്ദിയൊക്കെ കേൾക്കും. എനിക്ക് പക്ഷേ വെസ്റ്റേണിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ടേലർ സ്വിഫ്റ്റിനെയാണ്. ഇനി അനഘയുടെ ഒരു പാട്ടാണ്. ആണ്ടലോന്റെ നേരെ കണ്ണിൽ ചന്ദ്രന്റെ പുലാലാണേ, കണ്ടപാടെ നാണം കൊണ്ടേ ഓ. ആണ്ടലോന്റെ നേരെ കണ്ണിൽ ചന്ദ്രന്റെ പുലാലാണേ, കണ്ടപാടെ നാണം കൊണ്ടേ ഓ. ആരോമലാമ്പലമൊട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ, ആരോമലാമ്പലമൊട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ. അപ്പൊ രണ്ടുപേർക്കും പാട്ട് പാടാൻ അറിയാം, ഡാൻസ് ചെയ്യാൻ അറിയാൻ തോന്നുന്നു. പഠിച്ചിട്ടുണ്ട്, അരങ്ങേറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷെ പിന്നെ ഫോളോ ചെയ്തിട്ടൊന്നും ഇല്ല. ഇഷ്ടമാണ്. അനവധിക്ക് ആരാവണമെന്ന് ആഗ്രഹം? എനിക്ക് IAS പഠിച്ചണമെന്നാണ് ആഗ്രഹം, പക്ഷെ എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആർക്കിയോളജിസ്റ്റ് ആവാന്നുള്ളതാണ് എൻ്റെ ആക്ച്വലി ഉള്ളൊരു ആഗ്രഹം. പിന്നെ എനിക്ക് പാട്ടുകാരി എഴുതാൻ ഇഷ്ടമാണ്. മോളുടെ പഠനം പൂർത്തിയായി, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ +1 കഴിഞ്ഞു, ഇന്നലായിരുന്നു ലാസ്റ്റ് എക്സാം. ഇനിയിപ്പോ വെക്കേഷൻ. എവിടെയാണ്? ഇപ്പൊ ഞാൻ പഠിക്കുന്ന കാർമൽ HSS ആണ്, വഴുതക്കാട്. തിരുവനന്തപുരംകാരാണ് ഇവര് രണ്ടുപേരും. ഇടുക്കിയുടെ ഹരിത ചാരുതയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഫാനില്ലാണ്ട് കഴിയാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ ഈ കുളിര് നിറഞ്ഞ അന്തരീക്ഷം നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രദേശമൊക്കെ? നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രകൃതി, ഇതൊക്കെ. അവിടെ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോഴും ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു മരം മുറിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ ഭയങ്കര തണുപ്പ്. ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ 3 ഉടുപ്പ് ഇട്ടാ നടന്ന വീട്ടിൽ, കാരണം ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പൊ അഡ്ജസ്റ്റ്. അവിടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ്, അവിടെ ഭയങ്കര ചൂടാണ്, എപ്പോഴും ചൂടാണ്. ഒരുപക്ഷെ വേനൽ ചൂടിൽ നഗരം പൊള്ളുന്ന ഒരു സമയത്തും ഇവിടെ വല്ലാത്ത ഒരു കുളിര് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾ. അതെ, വെയിലിനൊരു തണുപ്പുണ്ട് അല്ലേ? വെയിൽ തെളിയുമ്പോഴൊരു ചെറിയൊരു കുളിരും തണുപ്പൊക്കെ ഉണ്ട്. അതാണ് ഇടുക്കിയുടെ ഒരു പ്രത്യേകത. നിങ്ങളുടെ വീട്ടുവിശേഷങ്ങളൊന്നും പങ്കുവെക്കാം. വീട്ടുവിശേഷങ്ങള് വീട്ടിലെ അച്ഛനും അമ്മയാണുള്ളത്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ അജയപുരം ജ്യോതിഷ് കുമാർ, എഴുത്തുകാരനും സാഹിത്യകാരനൊക്കെയാണ്. MG കോളേജിൽ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ NSS കോളേജ് രാജകുമാരി ഇടുക്കിയിൽ പ്രിൻസിപ്പളാണ്. 3 വർഷം കൊണ്ട് പ്രിൻസിപ്പളാണ്. ഇപ്പോൾ വിരമിക്കാനായിട്ട് പോവുകയാണ്. പിന്നെ അമ്മ ബിന്ദു SS, അമ്മ KSCBയിലാണ്. ഇപ്പോഴും മലപ്പുറം മഞ്ചേരിയിൽ സൂപ്രണ്ടാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ നന്നായിട്ട് പ്രോത്സാഹനം തരുന്നു അല്ലേ? അതെ. ഒരു രണ്ടുപേരും ഒരേ പാട്ട് കൂടി പാടിയിട്ട് അവസാനിപ്പിക്കാം. കുത്തിക്കുത്താനെ കൊമ്പിൽ കൊത്തങ്കല്ലൊന്നാടിപ്പാടും അണ്ണാങ്കുഞ്ഞേ തന്നാലാവും ചികി 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 ചിക്. തിത്തിത്താര പൊയ്കയ്ക്കുള്ളിൽ മുത്തുച്ചിപ്പിക്കൂട്ടിനുള്ളിൽ ഇത്തിപ്പോലെ നേരം നീയും വായോ വായോ. പൂമേടും മാമരവും പൂത്താലം നീട്ടിയതാ എതിരേൽക്കാൻ വരവായി. എഴുന്നള്ളൂ ഈ വഴിയെ പുത്തിലഞ്ഞിയുടെ കൊച്ചുമുത്തുകുട ആലവട്ടമുടകമ്പടികൾ. അക്കുത്തിക്കുത്താനെ കൊമ്പിൽ കൊത്തങ്കല്ലൊന്നാടിപ്പാടും അണ്ണാങ്കുഞ്ഞെ തന്നാലാകും ജിഗി 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 ജി. തിത്തിത്താര പൊയ്കയ്ക്കുള്ളിൽ മുത്തുച്ചിപ്പിക്കൂട്ടിനുള്ളിൽ ഇത്തിപ്പോലം നേരം നീയും വായോ വായോ. പാട്ടും പഠനവും പെർഫോമിംഗ് ആക്ടും എല്ലാം അനഘയ്ക്കും അനവധിക്കും വഴങ്ങും. എന്തായാലും നിങ്ങളുടെ ലക്ഷ്യം
സാർത്ഥകമാകട്ടെ. സർഗാത്മകമായ കഴിവുകളും അതോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട്